നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ജൂൺ 23 ചൊവ്വാഴ്ചയുടെ നക്ഷത്ര ഫലങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഈ ദിവസം നേട്ടങ്ങളുടെയും സന്തോഷ വാർത്തകളുടെയും ദിനമായിരിക്കുമ്പോൾ ചിലർ കൂടുതൽ ശ്രദ്ധയും കരുതലും പുലർത്തേണ്ട ഒരു ദിവസമായി മാറുകയാണ്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നത്, ആരൊക്കെയാണ് ജാഗ്രത പാലിക്കേണ്ടത്, എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്നെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് ജൂൺ 23. മനസ്സിൽ ഏറെ നാളായി കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അംഗീകാരവും പുതിയ അവസരങ്ങളും ഒക്കെ ഇവർക്ക് ലഭിക്കും. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകളിൽ നിന്ന് നേട്ടം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. സാമ്പത്തികമായി പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പുരോഗതി ഉണ്ടാകും. ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ: പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ ദിവസമാണ്. പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ദിവസമാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. സാമ്പത്തിക നേട്ടം, വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി, തൊഴിൽ മേഖലയിൽ അംഗീകാരം എന്നിവ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് വളരെ ഗുണകരമാണ്. ഒപ്പം മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ദിവസം ആരംഭിക്കുക. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയും. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസം. വിവാഹാലോചനകൾക്കും കുടുംബകാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ലക്ഷ്മി ദേവിയെ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക. സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നത് ആലോചിക്കും. അതൊക്കെ നിങ്ങൾക്ക് ലാഭകരമായി തീരും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. തൊഴിൽ മേഖലയിൽ ഉയർച്ചയും സാമ്പത്തിക പുരോഗതിയും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുകയും സാമൂഹിക രംഗത്ത് പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് നാളെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നല്ലതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യാനും വളരെ നല്ലതാണ്. നാളത്തെ ദിവസം ഇനി ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ജോലി സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് നാളെ. അനാവശ്യ ചെലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു. ഇനി പരിഹാരമായിട്ട് പറയാനുള്ളത്: ഈ ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം ഗം ഗണപതി നമ എന്ന് 21 പ്രാവശ്യം നാളെ ജപിക്കുക. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നാളെ എടുക്കരുത്, അത് മാറ്റിവെക്കുക. അങ്ങനെ ദൈവവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് നാളെ. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ ചില ആരോഗ്യ ലക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയാൻ പരിഹാര മാർഗമായി പറയുന്നത്: നാളത്തെ ദിവസം നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഒപ്പം തന്നെ തുളസിക്ക് വെള്ളം ഒഴിക്കുക. പിന്നെ ശാന്തത പാലിച്ച് ദൈവ നാമജപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരിക്കുകയോ അങ്ങനെയൊക്കെ മനസ്സിന് സമാധാനം കിട്ടുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക. ഇനി അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പ്രത്യേക ജാഗ്രത വേണ്ട ഒരു ദിവസമാണ്. ജോലി സ്ഥലത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ വരാം. പ്രതീക്ഷിച്ച സഹായങ്ങളൊക്കെ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഞെരുവിരുക്കം അനുഭവിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു. യാത്രകൾ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ യാത്രകൾ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നാളത്തെ ദിവസം ചില ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. ഒന്ന്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നതാണ്.
ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. ചുവപ്പ് നിറത്തിലുള്ള പൂവ് പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിലോ സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ട ഒരു ദിവസമാണ് നാളെ. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ 2 തവണ ആലോചിക്കുക. സുഹൃത്തുക്കളുമായി അനാവശ്യ തർക്കങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തത് നിങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ, ദോഷഫലങ്ങൾ കുറയാനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക എന്നതാണ്. പിന്നെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം ദാനം നൽകുന്നത് വളരെ ഉത്തമമാണ്. വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക. നാളെ ക്ഷേത്ര ദർശനം മാത്രവുമല്ല, നിങ്ങൾക്ക് തുടർച്ചയായി വരുന്ന എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ദേവീക്ഷേത്ര ദർശനം വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എല്ലാ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ദോഷപരിഹാര മാർഗങ്ങളാണ് പറയുന്നത്. നമ്മുടെ നക്ഷത്രത്തെ ബാധിച്ചിരിക്കുന്ന ചില ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാം. നാളത്തെ ദിവസം ചെയ്യാവുന്നതാണ്. രാവിലെ കുളിച്ച ശേഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക. പക്ഷികൾക്ക് ധാന്യം നൽകുന്നത് നല്ലതാണ്. പശുവിന് ഭക്ഷണം നൽകാൻ സാധിച്ചാൽ അതും വളരെ നല്ലതാണ്. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ദിവസം തുടരുക. അനാവശ്യ വഴക്കുകളിലും തർക്കങ്ങളിലും ഒന്നും പോകാതിരിക്കുക. കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ നമ്മളുടെ ദോഷഫലങ്ങൾ നമുക്ക് കുറയ്ക്കാം. ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്നതാണ്. ഇനി ഈ ജൂൺ 23 അശ്വതി, രോഹിണി, പൂരം, ചതയം നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതേസമയം ഭരണി, തൃക്കേട്ട, പൂരാടം, പുണർദം നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. അവർ കുറച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. ഓരോ ദിവസവും നമ്മുടെ പരിശ്രമവും നല്ല ചിന്തകളും പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി. അതിനാൽ നിങ്ങൾ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.